ഹായ് ഓൾ, എല്ലാവർക്കും ട്രേഡ് ടോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷനിൽ ഈ പാനിക് സെല്ലിംഗ് എത്ര നാളത്തേക്ക് തുടരും, ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണോ തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മാർക്കറ്റിൽ കാണുന്നത് വളരെ വലിയ ഒരു സെൽ ഓഫാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സെൽ ഓഫ് ഇന്ത്യൻ മാർക്കറ്റ് ഫേസ് ചെയ്യുന്നത്? ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നടക്കുന്ന ആ ഒരു സെൽ ഓഫിനോട് തുടർന്നാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയും വലിയൊരു സെൽ ഓഫ് നടക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കുറച്ച് നാൾക്ക് മുമ്പ് വന്ന US ഇൻഫ്ലേഷൻ ഡേറ്റ, US ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 6% നമ്മൾ കണ്ടു. അപ്പോൾ 6% എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ്റെ ഒരു 6% അടുത്താണ്. അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് ആദ്യമേ ഈ ഒരു സെൽ ഓഫിൻ്റെ റീസൺ നമുക്ക് സംസാരിക്കാം. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ 6% ആണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സേവിങ്സ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 6%, 6.5% ഒക്കെയാണ്. അതായത് നമ്മുടെ ഇൻഫ്ലേഷന് വളരെ ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. US കാര്യം നോക്കുകയാണെങ്കിൽ കൊറോണ സമയത്ത് മാർക്കറ്റിൽ വലിയൊരു ഡൗൺ സൈഡ് വന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിലേക്ക് കൂടുതൽ ഫണ്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് റേറ്റുകൾ കുറയ്ക്കുകയും സീറോ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്ന ലെവലിലോട്ട് US മാർക്കറ്റ് എത്തുകയും ചെയ്തു. അപ്പോൾ ആ സീറോ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്ന ഒരു രാജ്യത്ത് 6% ഇൻഫ്ലേഷൻ ഉണ്ടാണ്. അതായത് ആ ഒരു എക്കണോമിക്ക് അത് ലോങ് ടൈമിൽ വളരെ വലിയ നെഗറ്റിവിറ്റി സമ്മാനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ US ഗവൺമെൻറ് ഉറപ്പായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഈ ബുധനാഴ്ച FDയുടെ ഒരു അനൗൺസ്മെൻറ്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരും എന്നാണ് നമ്മൾ എല്ലാ ആളുകളും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ അവിടെ US മാർക്കറ്റിൽ സ്റ്റോക്കുകളേക്കാൾ കൂടുതൽ അട്രാക്റ്റീവ് റിട്ടേൺസ് ഒരു പക്ഷേ ബോണ്ടുകൾ, ഫിക്സഡ് ബോണ്ടുകൾ നൽകും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഇൻട്രസ്റ്റുകളും അതുപോലെ തന്നെ ബോണ്ട് മാർക്കറ്റിലും വലിയ റിട്ടേൺ ലഭിക്കാൻ ഇതൊരു റീസൺ ആവും. അങ്ങനെ വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ വലിയൊരു സെൽ ഓഫ് നടക്കുകയും ആ ഒരു മണി ബോണ്ട് മാർക്കറ്റിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു വലിയ സെൽ ഓഫ് നടക്കുന്നത്. നമ്മൾ നാസ്ഡാക്കിൽ US തന്നെ ടെക്നോളജി ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്കിലാണ് നമ്മൾ ഏറ്റവും വലിയ ഒരു സെൽ ഓഫ് കാണുന്നത്. അതായത് മൂവ്മെൻറ്റും ഏറ്റവും കൂടുതലുള്ള നാസ്ഡാക്ക് ടെക്നോളജി സ്റ്റോക്കുകളിലാണ് ഏറ്റവും വലിയ സെൽ ഓഫ് നടക്കുന്നത്. പക്ഷെ നമുക്ക് ഒരു കൺവെൻഷണൽ രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ അത്രയും വലിയൊരു സെൽ ഓഫ് നമ്മൾ കാണുന്നില്ല. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി 18,400 ലെവലിൽ നിന്നാണ് നമുക്ക് ഇന്ന് കാണുന്ന 17,100 ലെവലിലോട്ട്. ഇന്നത്തെ മാർക്കറ്റ് 17,000 വന്ന് ടെസ്റ്റ് ചെയ്യുക വരെ ചെയ്തു. അപ്പം 17,000 വലിയൊരു സപ്പോർട്ടായിട്ട് കാണുന്നുണ്ട്. വേറൊരു കാര്യം കൂടി ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്, ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റ്, അതായത് സെൻട്രൽ ഗവൺമെൻറ് ബഡ്ജറ്റ് കൂടി നമ്മുടെ തൊട്ട് മുൻപിലുണ്ട്. അപ്പോൾ അതും ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു പാനിക് സെല്ലിങ്ങിന് റീസൺ ഉണ്ട്. വളരെ മികച്ച പല സ്റ്റോക്കുകളും വളരെ റിഡക്ഷൻ പ്രൈസിലോട്ട് ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ പല ആളുകൾക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ SIP മോഡലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പാർട്ട് നമുക്ക് വാങ്ങി തുടങ്ങാനോ ഉള്ളൊരു മികച്ച അവസരമായിട്ട് ഈ ഒരു ട്രേഡിനെ കാണണം. അതുമാത്രമല്ല, കഴിഞ്ഞ 6 മാസത്തെ ഏറ്റവും വലിയ വിക്സ് 23% എത്തിയതായിട്ട് കാണാൻ പറ്റും. ഇന്ത്യ വിക്സ് 23% എത്തിയതായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റയാണ് അനാലിസിസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു രക്ഷയുമില്ലാതെ കോൾ OI ആഡായിട്ട് കാണാൻ പറ്റും. കോൾ OIയിലേക്ക് നമ്മൾ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 17,500, 17,200, 17,300 ഒരു രക്ഷയില്ലാത്ത കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം. നമുക്ക് വലിയൊരു പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ആകെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 17,000 എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കിലാണ്. അപ്പോൾ ഈ ഒരു സെൽ ഓഫ് കണ്ടിന്യൂസ് ആയിട്ട് തുടരുമോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോപ്പർ ആൻസർ ഇപ്പോൾ പറയാനില്ല. ഒരു അൺസർട്ടനിറ്റി ചെറുതായിട്ട് ഈ ഒരു കാര്യത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ബുധനാഴ്ച US FD റിസൾട്ടുകൾ, US FD എന്താണ് പറയുന്നത് എന്നതിനനുസരിച്ചായിരിക്കും മിക്കവാറും ഈ ഒരു സെൽ ഓഫിൻ്റെ ഒരു കൂൾ ഓഫ് ടൈമിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാർക്കറ്റ് എല്ലാം ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ എക്സ്പെക്റ്റേഷനേക്കാൾ കുറവായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് US നിന്ന് വരുന്നതെങ്കിൽ ഉറപ്പാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു അപ്രാലി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലും അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയാണ് മെയിൻലി നമുക്ക് വരാനുള്ള ഒരു മേജർ റീസൺ. ഇതുമായിട്ട് റിലേറ്റഡ് ആണ് FIAസിൻ്റെ സെല്ലിംഗ് കണ്ടിന്യൂസ്ലി ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മേജർ റീസൺ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു പോയിന്റുകളാണ്. അപ്പം നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റ നോക്കിയാലും നിഫ്റ്റിയുടെ ടെക്നിക്കൽ ഡേറ്റ നോക്കിയാലും 17,000 ആണ് നമുക്ക് താഴെ കാണുന്ന ഏറ്റവും മേജർ സപ്പോർട്ട്. പിന്നെ 16,000
16,800 എന്ന് പറയുന്ന സ്ട്രൈക്കും നമുക്ക് ഒരു മേജർ സപ്പോർട്ടാണ്. ഇനിയും അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കൂടുതൽ താഴത്തോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 16,400 എന്ന് പറയുന്ന നമ്മൾ ലാസ്റ്റ് ടൈം ലോ വന്നിരുന്ന 16,400 എന്ന് പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലെവൽ മാർക്കറ്റിന് മികച്ച ഒരു സപ്പോർട്ട് നൽകും. മുകളിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 17,500 ആയിരിക്കും നമ്മുടെ മാർക്കറ്റിന് വലിയൊരു സപ്പോർട്ട് നൽകും. ഇന്നൊരു സമയത്ത് നിഫ്റ്റി 600 പോയിന്റുകൾ വരെ ഡൗൺ ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ഇന്ന് ഓൾറെഡി 1.5% ഡൗൺ ആണ്. US മാർക്കറ്റ് അടുത്ത് തന്നെ ഓപ്പൺ ആവുകയാണെങ്കിൽ US മാർക്കറ്റിൻ്റെ കറണ്ട് അപ്ഡേറ്റ്സ് കൂടി കിട്ടും. അപ്പോൾ മികച്ച സ്റ്റോക്കുകൾ, ഏറ്റവും മികച്ച സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ബ്ലൂ ചിപ്സിൽ വലിയ റിഡക്ഷനിൽ കിട്ടുന്ന സ്റ്റോക്കുകളെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഈ ഒരു സമയം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. അൺനെസസറി ആയിട്ടുള്ള റിസ്കുകൾ ഈ ഒരു മാർക്കറ്റിൽ അവോയ്ഡ് ചെയ്യുക. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള അയൺ ഫ്ലൈസോ അയൺ ബട്ടർഫ്ലൈസോ ലിമിറ്റഡ് റിസ്ക് മാത്രം എടുക്കാൻ സാധിക്കുന്ന ട്രേഡുകൾ മാത്രം ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കാം. സോ ഗുഡ് ബൈ.